നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഐഷി, കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി രാജ്യത്തെ ചില മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ചില വിഷയമുണ്ട്. പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറി നരേന്ദ്രമോദി G7 ഉച്ചകോടിക്കായി വിദേശത്തേക്കൊക്കെ പോവുകയാണ്. പക്ഷേ ആ വാർത്തകളൊക്കെ കൂടുതൽ രാജ്യത്തെ ചില മാധ്യമങ്ങൾക്ക് പ്രിയം BJPയും RSSും തമ്മിലുള്ള ഒരു വൈരമാണ്. അതായത് RSSും BJPയും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ വിള്ളലുകൾ ഉണ്ടാകുന്നു, ബന്ധം അകലുന്നു. മോഹൻ ഭഗവത്തിൻ്റെ ചില പരാമർശങ്ങളെ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം ഇന്ദ്രേഷ് കുമാർ RSSൻ്റെ അദ്ദേഹത്തിൻ്റെ ചില ഇന്ദ്രേഷ് ജി എന്നൊക്കെ അറിയപ്പെടുന്ന വളരെ തലമുതിർന്നൊരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ചില പരാമർശങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി വളരെ വലിയ ചർച്ചയാണ് ദേശീയ തലത്തിൽ നടക്കുന്നത്. എന്താണ് ഇതിനകത്ത് ഒരു യാഥാർത്ഥ്യം? ഇത് സോഷ്യൽ മീഡിയയിൽ കുറച്ച് ദിവസം കൊണ്ട് കാണുന്നുണ്ട്. പക്ഷേ ഇതിനകത്തൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ എന്നറിയില്ല. ചില സ്ഥലങ്ങളിലൊക്കെ സംഘം, അതായത് BJPക്ക് വോട്ട് ചെയ്യാൻ പോയില്ല, ഒരു വോട്ട് മാർച്ച് ചെയ്തു എന്നല്ല പറയുന്നത്, വോട്ട് ചെയ്യാതെ നിസ്സഹരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതാണ് ചില സ്ഥലങ്ങളിലൊക്കെ ഈ പോളിംഗ് വളരെ വലിയ രീതിയിൽ കുറഞ്ഞത്. പക്ഷെ അതിന് ഇവർ പറയുന്ന കാരണം മതിയായ ഒരു കാരണമാണ് എന്ന് തോന്നുന്നില്ല. എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു എന്ന് ഒരു സംശയം വരത്തില്ല പൊതുവെ. പക്ഷെ ചില മാധ്യമങ്ങൾ അങ്ങനെ പറയുന്നത്, യഥാർത്ഥത്തിൽ അങ്ങനെ എന്തെങ്കിലും അതിനുള്ള സാധ്യതയുണ്ടോ? അതാണ് എനിക്ക് തീർച്ചയായും. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിൻ്റെ നമ്മുടെ ഇന്ദ്രേഷ് കുമാറിൻ്റെ ഒരു പരാമർശം ഉണ്ടായിരുന്നു. അത് പിന്നീട് അദ്ദേഹം തിരുത്തി എന്ന് ചില മാധ്യമങ്ങൾ പറയുന്നു, അത് നമ്മൾ കണ്ടില്ല. എന്നാൽ അദ്ദേഹം പറഞ്ഞ വാക്ക് 2241 അഹങ്കാരികളെ ഭഗവാൻ രാമൻ പിടിച്ചു കെട്ടി. 241 എന്ന് പറയുമ്പോൾ BJPയുടെ സീറ്റല്ലേ? BJPയുടെ സീറ്റാണ്. അവിടെയാണ് ഒരു സംശയം തോന്നുന്നത്. എന്നാൽ മറുഭാഗത്ത് രാമനെ എതിർത്തവരെ രാമൻ ചുട്ടിക്കൂട്ടുകയും ചെയ്തു. അതായത് ഇന്ത്യ മുന്നണി അത്രയേ ഉള്ളൂ, അവർ അധികാരത്തിലെത്തിയില്ല. അപ്പോൾ ഒരു കാലത്ത് രാമന് വേണ്ടി പ്രവർത്തിച്ചവരെ, രാമന് വേണ്ടി ത്യാഗം ചെയ്തവരെ രാമൻ പിന്തുണച്ചു. അവർ വളർന്നു വലുതായി. ഒരു ഘട്ടമെത്തിയപ്പോൾ അവർക്ക് അഹങ്കാരമുണ്ടായി. അപ്പോൾ അവർക്ക് അതാരെ പറ്റിയായിരിക്കും പറഞ്ഞത്? സ്വാഭാവികമായും ആരെയാണ് പിടിച്ചു കെട്ടിയത്? രാമൻ. അങ്ങനെ. അപ്പം കഴിഞ്ഞ തവണ 300-ന് മുകളിലുണ്ടായിരുന്നു. അപ്പോൾ അത് താഴോട്ട് പോയി BJPനെയാണ് ഉദ്ദേശിച്ചത്. തീർച്ചയായിട്ടും പറയുന്നത് എന്നാണ് മാധ്യമങ്ങളുടെ വ്യാഖ്യാനമാണ്. ഇതിന് വിശേഷം പിന്നീട് അദ്ദേഹം തിരുത്തി എന്ന് ഇന്ന് ചില മാധ്യമങ്ങളിലൂടെ അറിയുന്നു. ഉദ്ദേശിച്ചത് പ്രതിപക്ഷ നിരയെ മാത്രമാണ്. പക്ഷേ എങ്കിലും അവിടെ എൻ്റെ ഒരു സംശയം, കഴിഞ്ഞ ദിവസം നമ്മുടെ സർസംഘചാലകൻ്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. പ്രതിപക്ഷത്തിന് ബഹുമാനം കൊടുക്കണം, പ്രതിപക്ഷത്തെ കൂടി അംഗീകരിക്കുന്ന ഒന്നായിരിക്കണം ഭരണപക്ഷം, എങ്കിൽ മാത്രമേ ഒരു പുരോഗതി രാജ്യത്തിന് ഉണ്ടാവുകയുള്ളൂ. ഈ തെരഞ്ഞെടുപ്പിൽ വൃത്തികെട്ട രീതിയിൽ, അതിനൊരു വാക്ക് അദ്ദേഹം ഉപയോഗിച്ചു, ഒരിക്കലും ശരിയല്ലാത്ത രീതിയിലുള്ള പ്രചരണങ്ങളും ഒക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു വരുന്നത്, ഒരു 3ാം മോദി സർക്കാർ അധികാരത്തിലെത്തുന്നു. അപ്പോൾ 3ാം മോദി സർക്കാർ അധികാരത്തിലെത്തി എന്നുള്ള യാഥാർത്ഥ്യം തന്നെ. പക്ഷേ വിചാരിച്ച പോലെയുള്ള ഒരു മെജോറിറ്റി ചിലപ്പോൾ നേടിയില്ല. അതും ഒരു യാഥാർത്ഥ്യമാണ്. ആ സാഹചര്യം നിലനിൽക്കുമ്പോൾ ഒരു തിരുത്തൽ വേണമെന്നാണോ BJPയോട് RSS പറയാതെ പറയുന്നത്? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ പലർക്കും ഈ സംഘടന എന്താണെന്ന് ശരിക്കും അറിയില്ല. അതിൻ്റെ എന്താണ് ഇതിന് ഞാൻ മനസ്സിലാക്കുന്നത്, RSS ഒരു സാംസ്കാരിക സംഘടനയും അതിൻ്റെ തന്നെ ഒരു രാഷ്ട്രീയ മുഖമാണ് BJP എന്നത്. അധികാരത്തിലിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും രാഷ്ട്രീയ പാർട്ടിയായിരിക്കണം, മത്സരിക്കണം, ജയിക്കണം. അതാണ്. ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് വരുത്തി തീർക്കേണ്ടത് കൂടുതലും അതിനകത്ത് തന്നെ ആളുകളുടെ താല്പര്യമല്ല, അതിന് പുറത്തുള്ള ആളുകളുടെ താല്പര്യമാണ്. നമുക്കറിയാം, എതിരാളികൾ തന്നെ പല തവണയും പുകഴ്ത്തി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് RSSനെ പറ്റി. 100 വർഷം ആവാൻ പോകുന്ന ഒരു സംഘടന ഒരിക്കൽ പോലും പുലർന്നിട്ടില്ല. ഒരു പിളർപ്പ് അതിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല, ഒരു മറുവാക്ക് പോലും ഉണ്ടായിട്ടില്ല. അതായത് നമുക്കറിയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ ഏതാണ്ട് സമാനമായിട്ടുള്ള സാഹചര്യത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരുന്നത്. അത് CPI ആയിരുന്നു ആദ്യത്തെ, അഭിയുക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ്. പിന്നീട് അത് പിളർന്നിട്ടാണ് CPM ആയത്. അപ്പോൾ ഇപ്പം പിളർന്നു പോയവരാണ് ആദ്യത്തെ മാതൃസംഘടനയെക്കാളും വലുതായിട്ട്. ഇങ്ങനൊരു സംഗതി പോലും ഈ RSSനെ പറ്റി പറയാനില്ല. അത് മാതൃസംഘടനയായിട്ട് അത് നിൽക്കുന്നു. അതിനൊരുപാട് ചെറിയ ചെറിയ മറ്റു പോഷക സംഘടനകളുണ്ട്. അപ്പോൾ അതിൻ്റെ രാഷ്ട്രീയ മുഖമാണിത്. തുടക്ക സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട്, രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് സംഘത്തിൽ നിന്നാണ് ആളുകളെ വിട്ടുകൊടുത്തുകൊണ്ടിരുന്നത്. എപ്പോഴും ഇവിടെയും പറയുമ്പോഴെല്ലാം BJP സർക്കാർ എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ഇവിടെയുള്ള മാധ്യമങ്ങളെല്ലാം പറയുന്നത് എന്താണ്? RSSൻ്റെ. അപ്പോൾ പിന്നിൽ ഇവരാണ് എന്ന് നേരത്തെ തന്നെ ഇവർ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കെട്ടുറപ്പ് ഇവർക്ക് പലർക്കും അറിയാം, ഈ സംഘടന. അപ്പോൾ ഇവരിൽ തന്നെ ഒരു അന്തഛിദ്രമുണ്ട് എന്ന് വരുത്തി തീർക്കുകയും കുറേ ആളുകളെങ്കിലും, ഇപ്പം എന്താ പറയുക, സാധാരണപ്പെട്ട സംഘപ്രവർത്തനമാവട്ടെ BJPക്കാരാവട്ടെ, അവരുടെ ഉള്ളിൽ തന്നെ ഒരു സംശയത്തിന്റെ വിത്ത് മുളയ്ക്കും. അതെ, RSSും BJPയും രണ്ട് തട്ടിലായോ? RSSന്റെ ചൊൽപ്പടിയിൽ നിൽക്കുന്ന ആളല്ലേ
മോദി ഇപ്പോൾ ഒരുപാട് വളർന്നു കഴിഞ്ഞു, ലോക നേതാവായി. ഇനിയിപ്പോ സംഘത്തിന് മുകളിലേക്ക് വളർന്നു, മോഹൻ ബാഗിനെ ഒന്നും അനുസരിക്കേണ്ട ആ ലെവലിൽ എത്തിയോ? അപ്പോൾ ഇത് ചെറിയൊരു സ്പാർക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഈ രണ്ട് പാർട്ടിയെ പറ്റിയും വ്യക്തമായി ഇവർ ആശയവും എന്താണ് ലക്ഷ്യം ഇതൊന്നും മനസ്സിലാക്കാത്ത സാധാരണക്കാരായിട്ടുള്ള ആളുകളിൽ ഇത് കിടക്കും. പുറകെ വരുമ്പം സ്വാഭാവികമായിട്ടും ഇവർ തമ്മിൽ ചില ഓർസലുകളും മറ്റുമൊക്കെ ഉണ്ടാവാം. അപ്പോൾ യഥാർത്ഥത്തിൽ കേന്ദ്രം ഈ ഇവരുടെ പ്രധാനപ്പെട്ട തലവന്മാർ അവിടുന്ന് തീരുമാനിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ പടിപടിയായിട്ടാണല്ലോ താഴേക്ക് വരുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് പോലുള്ള സ്ഥലങ്ങളിൽ ചിലപ്പോൾ തെറ്റിദ്ധാരണയുടെ പുറത്ത് മറിച്ച് വോട്ട് ചെയ്തു എന്നല്ല പറഞ്ഞു വരുന്നത്, ചെയ്യാതിരിക്കാം. ഇതുപോലുള്ള പ്രസ്താവനകൾ വരികയാണ്. ഇപ്പൊ ഹിന്ദിയിലായിരിക്കും അവർ പറയുന്നത്, ഇവിടെ അടിച്ചു വരുന്നത് ഏത് ഭാഷയിലാണ്? തീർച്ചയായിട്ടും മലയാളത്തിലാണ് അടിച്ചു വരുന്നത്. രാജീവ് ചന്ദ്രശേഖരന്റെ ട്വീറ്റ് പോലെയായി. അത് അവിടെ അടിക്കുന്നതിന്റെ അവരുദ്ദേശിക്കുന്ന അർത്ഥമായിരിക്കല്ല ഇവിടേക്ക് വരുമ്പോൾ. അപ്പൊ ഇവിടെയുള്ള സാധാരണ സംഘപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ മലയാളിയാണ്. അത് മലയാളം അറിയാവോ? അപ്പോൾ ആദ്യം ഒരു ആശയക്കുഴപ്പമായിരിക്കും. ഇത് ശരിക്കും പറഞ്ഞു, ഇച്ചിരി കഴിയുമ്പോൾ അതിന് തിരുത്ത് പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ മൊത്തത്തിൽ ആശയക്കുഴപ്പം. അപ്പോഴേക്ക് പെട്ടെന്ന് പ്രതികരിക്കുന്ന ആളുകളുണ്ട് കൂട്ടത്തിൽ, എല്ലാ കൂട്ടത്തിലും ഉള്ളു അന്തങ്ങളെന്ന് പറഞ്ഞപ്പോൾ അന്തം കമ്മി എന്ന് പറയാറുള്ള പോലെ തന്നെ സംഖ്യകളെ പറ്റി പറയുമ്പോഴും ഇതുപോലെ പെട്ടെന്ന് എടുത്തുചാടി ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് അതിനകത്ത് ഇടുന്നേ. ചിലപ്പം BJP-ക്കാരും RSS-കാരും എന്താ പറയുക, മുകൾത്തട്ടിലുള്ളവരല്ല, താഴെത്തട്ടിലുള്ളവർക്കാണ്. ഇത് തന്നെയാണ് ഈ പ്രതിപക്ഷവും നോക്കുന്ന കാര്യം. ഇത്രയും ശക്തമായിട്ട് നിൽക്കുന്ന ഒരു സംഘടന ബാക്ക് ബോൺ ആയിട്ടുള്ളപ്പോൾ BJP-യെ നിലവിലെ സാഹചര്യത്തിൽ പിടിച്ചു കെട്ടാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിനകത്തൊരു പ്രശ്നം ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കാം. പക്ഷേ ഇതിനൊരു തുടക്കം എനിക്ക് തോന്നുന്നു നമ്മുടെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നമ്മുടെ BJP-യുടെ അധ്യക്ഷനായിരുന്ന JP നദ്ദ അതൊരു 5 ഘട്ടം കഴിഞ്ഞപ്പോൾ ഒരു വാക്കുണ്ടായിരുന്നു. ശരിയാണ്. ആ വാക്ക് വളരെ സ്പഷ്ടമാണ്. അതായത് BJP-ക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശക്തി ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ അതിൻ്റെ വാക്കുകൾ കൃത്യമായിട്ട് പറയുന്നത്. BJP-ക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശക്തിയുണ്ട്. ഒരു കാലത്ത് RSS-ന്റെ പിന്തുണയോട് കൂടിയാണ് ഞങ്ങൾ വന്നത്. ഇപ്പോൾ പക്ഷേ ഞങ്ങൾ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിയിരിക്കുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സംഘടനാ സംവിധാനമുണ്ട്. RSS പ്രത്യയശാസ്ത്രപരമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്, ഞങ്ങൾ രാഷ്ട്രീയപരമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഇതുണ്ട്. വീണ്ടും ഒരു ചോദ്യം എനിക്ക് തോന്നുന്നു ഇന്ത്യൻ എക്സ്പ്രസ് തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ മാധ്യമപ്രവർത്തനം ചോദിക്കുന്നുണ്ട്, അപ്പോൾ RSS-ന്റെ ആവശ്യം ഇനിയില്ലേ? അപ്പോഴും അദ്ദേഹത്തിന് മറുപടി പറയുന്നില്ല. അദ്ദേഹം പറയുന്നത് RSS-ന് RSS-ന്റേതായ ചുമതലയുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ചുമതലയുണ്ട്. അത് പറയാനുള്ള എനിക്ക് തോന്നുന്നു അതിൻ്റെ കാരണം ഒരു സമയത്ത് BJP രാഷ്ട്രീയ മുഖമായിട്ട് നിൽക്കുമ്പോഴും ഇവർ ഇതിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം എല്ലാം നടത്തിക്കൊണ്ടിരുന്നത് RSS-ആണ്. കാര്യം അവരാണ് കുറേ കാലമായിട്ട് ചിട്ടയായിട്ടുള്ള പ്രവർത്തനമായിട്ട് വരുന്നത്. അപ്പോൾ അവർക്ക് അതിൻ്റെ എല്ലാം അറിയാം. മറ്റത് ഈ BJP എന്നും ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന ഇന്ന് നമ്മൾ കാണുന്ന പാർട്ടി തന്നെ എത്ര മറിഞ്ഞാണ് ഇപ്പോൾ വന്നത്. ഇതിനു മുമ്പ് ജനതാ പാർട്ടിയായിരുന്നു, അതിനു മുമ്പ് കോൺഗ്രസിന്റെ ഒരു ഭാഗമാണ്. ആദ്യകാലത്ത് കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്നവർ പിന്നെ ജൈവികമായൊരു കോൺഗ്രസിന്റെ സ്വഭാവം അറിയാൻ മേലത്തോണ്ടാണ് പലരും പറയുന്നത് ഇവർക്ക് എന്താണ് സ്വാതന്ത്ര്യ സമരത്തിൽ സ്ഥാനം എന്നൊക്കെ. ഇത് ഏതാ പുറകോട്ട് പോയി കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാരായിരിക്കാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പലതും കോൺഗ്രസ്സുകാരാണ്. ഇടയ്ക്ക് ഈ കോൺഗ്രസിനെ പിളർത്തിക്കൊണ്ട് പോയത് ഇന്ദിരാഗാന്ധിയാണ്, പിന്നെയാണ് ഇന്ദിരാ കോൺഗ്രസ് വന്നത്. അപ്പൊ അതിനു മുമ്പ് യഥാർത്ഥത്തിലുള്ള കോൺഗ്രസ്സുകാരിൽ നല്ലൊരു ശതമാനം മാറി, പിന്നെ ജനതാ പാർട്ടിയായി, പിന്നെ അത് ഏറ്റവും ഭാരതീയ ജനതാ പാർട്ടിയായി. അപ്പം അതിനുശേഷം ഭാരതീയ ജനതാ പാർട്ടി ആയതിനു ശേഷമാണ് ഇത് ശരിക്കും പറഞ്ഞ ഒരു യഥാർത്ഥ രൂപത്തിലുള്ള രാഷ്ട്രീയ പാർട്ടിയായിട്ട് ഇത് മാറിയത്. അപ്പോൾ അതിന് ഈ RSS-ന്റെ എല്ലാ പിന്തുണയും ഉണ്ടായിരുന്നു. കാര്യം ഇവർക്കാണ് പതിറ്റാണ്ടുകളായിട്ട് ഈ പ്രവർത്തന പരിചയമുള്ളത്, ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച പരിചയം. ഇന്നും കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ശാഖയുള്ളത്. തീർച്ചയായിട്ടും. പക്ഷെ ഭരണമില്ലാത്ത കേരളത്തിൽ ഭരണമില്ലാത്ത കേരളത്തിൽ. അപ്പം എനിക്ക് തോന്നുന്നില്ല, ചിലപ്പോൾ ഒരു പക്ഷേ മുമ്പ് RSS-ന്റെ ഒരു തലവർ അല്ലെങ്കിൽ അവരുടെ ഏറ്റവും മേലത്തട്ടിൽ അവർ തീരുമാനിക്കുന്നു നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറട്ടെ, ഇനി വേറൊരാൾ വരട്ടെ എന്നൊക്കെ പറഞ്ഞാൽ അത് സാധിക്കുമായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. പക്ഷെ ഇപ്പോൾ എന്തുകൊണ്ടോ BJP-യിലെ ആൾക്കാർ പോലും അങ്ങനെ വിശ്വസിക്കുന്നില്ല. അങ്ങനെ RSS പറഞ്ഞാലൊന്നും മോദിയെ മാറ്റാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു തോന്നൽ വന്നത് അദ്ദേഹത്തിന് കിട്ടിയ ഒരു ജനപ്രീതി ഇന്ത്യ മാത്രമല്ല ലോകത്തിലെ. അപ്പൊ ഇത് ഒട്ടുമിക്ക BJP-ക്കാരന്റെ ഉള്ളിലുണ്ട്. അപ്പൊ ഇതിന് ബാക്കി കൂടെ തീ കത്തിച്ചു കൊടുക്കുക എന്ന പരിപാടിയാണ് ഈ ചെയ്തത്. മനസ്സിലായോ? ഇതാണിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഇത് സംസാരിക്കേണ്ട വന്നത് എന്തുകൊണ്ടാണ്? ഈ വിഷയം സോഷ്യൽ മീഡിയ പോലും ഒരു ചെറിയ ഒരു RSS ഒരു BJP അകൽച്ചയിലാണ്. ഇത് കുറെ കാലം കൊണ്ട് ഇവർ ശ്രമിക്കുന്ന സംഗതിയാണ്, ഇവരെ എങ്ങനെയാണ് തെറ്റിക്കാൻ. ഇനി കുറച്ച് കഴിയുമ്പോൾ ഒരു BJP-കാരൻ പറയും ഞാൻ RSS-കാരനല്ല BJP-കാരൻ മാത്രമാണ് എന്ന് പറയേണ്ട സാഹചര്യത്തിലേക്ക് വരുത്താനുള്ള ശ്രമമാണ്. അതെ. അത് നിലവിലെ സാഹചര്യത്തിൽ മോദിയെ പോലെ ഒരാളിങ്ങനെ നിൽക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് ആ പാർട്ടിയെ എന്താ പറയുക പിടിച്ചു കെട്ടാൻ.
പിന്നെ ഇതേ ഉള്ളൂ അതിൻ്റെ ബാക്ക് ബോണിനെ തകർക്കുക. ഇവർ തമ്മിൽ സ്പർദ്ധയാണെന്ന് വരുന്നത്, മൂപ്പിളമത്തപ്പ് അല്ലെങ്കിൽ ആർക്കാണ് ശക്തി കൂടുതൽ എന്ന് കാണിക്കും. അതിനവർ പല മാർഗ്ഗങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ കണ്ട ഒരു പോസ്റ്റിനകത്ത് സാധാരണ രീതിയിൽ ഇപ്പോൾ ശിലാന്യാസ് എവിടെ നമ്മുടെ അയോധ്യയിൽ മോദി അല്ലായിരുന്നു പ്രധാനമന്ത്രി എങ്കിൽ RSSൻ്റെ മോഹൻ ഭഗവത് ആയിരിക്കും അവിടെ മെയിനായിട്ട് നിൽക്കേണ്ട വന്നത്. ഇപ്പോൾ മോദിയും രണ്ടുപേരും കൂടെയല്ലേ ചെയ്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുക്കുമ്പോൾ ഈ സംഘപ്രവർത്തകരിലും BJPക്കാരിലും ഇത് ശരിയാണോ എന്നുള്ളൊരു സംശയം വരും. ഇതാണ് ഇവർക്ക് വേണ്ടത്. പറഞ്ഞാൽ മനസ്സിലായി, ഇതാണ് ഇവർക്ക് വേണ്ടത്. ഇതിന് അവർ ഓരോ സമയത്ത് ഒരു കത്തിച്ച് എണ്ണ അടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷെ അവിടെയും ഒരു കാര്യം, പിന്നെ RSS എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനത്തിൽ തള്ളിക്കൊണ്ട് BJPക്ക് മുന്നോട്ട് ഒരിക്കലും പറ്റില്ലെന്നേ, ഒരിക്കലും പറ്റില്ല. BJPക്കാരനാണല്ലോ RSSകാരനാണല്ലോ പൊതുവെ അറിയപ്പെടുന്നത് എന്താണ്? സംഘി എന്ന് വിളിക്കുന്ന സംഘപരിവാർ പ്രവർത്തനമായതുകൊണ്ടാണ്. ഇപ്പൊ സംഘപരിവാറിലെ അംഗമല്ലാത്ത എത്രയോ സംഘടനകൾ ചെയ്യുന്നതിന്റെ പഴി പോലും സംഘിയാണ്, ഈ സംഘപരിവാറാണ്. നമുക്കറിയാം ഹനുമാൻ സേന, സുഗ്രീവ സേന, എങ്ങനെയൊക്കെ ഭാർഗവ സേന. ഇപ്പൊ ഹിന്ദു എന്നുള്ള പേരുള്ള ഒരു സംഘടന ഏതെങ്കിലും ഒരു സംഘടനയായിരിക്കും, ഇതുമായിട്ടൊരു ബന്ധം കാണില്ല. അവർ ചെയ്യുന്ന തെമ്മാടിത്തരത്തിന്റെ വഴി പോലും തെരുവുപോലും കേൾക്കുന്നത് പരിവാർ സംഘടനകളാണ്. അപ്പോൾ പരിവാർ സംഘടനകൾ എത്ര എണ്ണം ഉണ്ടെന്നും എത്ര എണ്ണം ഇതിലില്ലെന്നുള്ളൂ. ഇപ്പം ഗോഡ്സേനയൊക്കെ ആരാധിക്കുന്ന സംഘടനയുണ്ട്. അവർക്ക് ശരിക്കും ബന്ധം കോൺഗ്രസുമായിട്ടാണ്. അവരാണ് ചില സമയത്ത് ഗാന്ധിജിയെ വെടിവെക്കുന്ന രീതിയിലുള്ള ഇതൊക്കെ കാണിക്കുകയും ചെയ്യും. സംഘപരിവാരമായിട്ട് ഒരു ബന്ധമില്ലാത്ത സംഘടനയാണ്. അപ്പോൾ പണ്ട് തന്നെ ഹിന്ദു മഹാസഭ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, സംഘപരിവാരമായിട്ട് ബന്ധമില്ല. പക്ഷെ പേരിൽ ഹിന്ദു മഹാസഭ, ഈ സുഗ്രീവ സേന അല്ലേ, അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ കുറേ സേനകളുണ്ട്. അപ്പം ഈ ശരിക്കും അറിയില്ല എന്താണ് RSS എന്നുള്ള മാതൃസംഘടന. അതിന് എത്ര കൈവരികളുണ്ട്, ഏതൊക്കെ മുഖമുണ്ട് അതിന്, സാംസ്കാരിക മുഖം. വിദ്യാഭ്യാസത്തിനില്ലേ ഏറ്റവും കൂടുതൽ ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും കൂടുതൽ സ്കൂളുകൾ നടത്തുന്നവരാണ് സർക്കാർ കഴിഞ്ഞ സംഘമാണ്. ഇവിടെ ഓരോമാർ ഇരുന്നുകൊണ്ട് സംഖ്യകൾക്ക് വിദ്യാഭ്യാസം ഉണ്ടോ, വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ടോ? ഈ ഏതെങ്കിലും CPMന് ഏതെങ്കിലും വിദ്യാലയം ഉണ്ടോ? നമ്മുടെ അറിവിൽ ഇന്ത്യയിൽ ഏതെങ്കിലും വിദ്യാലയം ഇവർ നടത്തുന്നുണ്ടോ? പക്ഷെ സംഘത്തിന് എത്ര ആയിരക്കണക്കിന് 10,000-കണക്കിന് വിദ്യാലയങ്ങളില്ലേ? അവർക്ക് ഓരോ മേഖലയിലും ഉണ്ട് ആതുരാലയങ്ങൾ, ആശുപത്രി നടത്തുന്നില്ലേ? അവരുടെ രാഷ്ട്രീയ മുഖം മാത്രമാണ് BJP എന്നത്. ഇപ്പം വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടില്ലേ അവർക്ക് ഹിന്ദു ഐക്യവേദിയുണ്ട്. അതേപോലെ തന്നെ എത്രയോ മേഖലകൾ. ഇപ്പൊ സേവനത്തിന് ഈ സേവാഭാരതി അവർ പരസ്യം പോലും ചെയ്യാറില്ല. ഇപ്പൊ DYFI ആരെങ്കിലും ഇപ്പൊ പൊതിച്ചോറ് കൊടുക്കുന്ന കെട്ടിപ്പൊതിഞ്ഞ് കൊടുക്കുന്ന സാധനത്തിന്റെ പുറത്ത് DYFI എഴുതിയിട്ടാണ് അവർ കൊണ്ട് എന്താണ് സേവാഭാരതി അതുപോലും ചെയ്യാറില്ല. അപ്പോൾ അവർ അങ്ങനെ ഒരുപാട് എന്താ പറയുക, ഈ വ്യത്യസ്തമായിട്ടുള്ള മുഖങ്ങളുള്ള ഒരു സംഘടനയാണ്. അതിൻ്റെ അവസാന വാക്കാണ് RSS. അപ്പോൾ ഇതുപോലെ പലരും വിചാരിച്ചാലും തിരിച്ചറിയേണ്ടത് ഓരോ പ്രവർത്തകനുമാണ് തിരിച്ചറിയുന്നത്. സ്വയം ഈ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാണുന്നത് കണ്ടിട്ട് ഉൾപ്പുള്ളക്കെതിരായി എടുത്തുചാട്ടം ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ. നല്ല രീതിയിൽ പോകുമ്പോൾ നരേന്ദ്രമോദി നല്ല രീതിയിൽ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ RSSന്റെ നേതൃത്വം വിചാരിക്കത്തില്ല അദ്ദേഹം മാറിയിട്ട് ഇനി ഞങ്ങൾ പറയുന്നത് ഒരിക്കലും വിചാരിക്കത്തില്ല. ചിലപ്പോൾ തിരുത്താനുള്ള സ്വാതന്ത്ര്യം. അതെ, അത് തിരുത്തണമല്ലോ. അതിനാണല്ലോ ഈ ഉൾപാർട്ടി ജനാധിപത്യം എന്നൊക്കെ പറയുന്ന സംഗതി. എന്താ ഇവിടെ പിണറായിയുടെ പാർട്ടിക്ക് പറ്റാത്ത എന്തുകൊണ്ടാണ്? പിണറായി അതാണ് സംഭവം. പക്ഷേ പിണറായിക്കാലും ഒരു 10-20 വർഷത്തിന് മുമ്പ് നടക്കുമായിരുന്നു. ഇവർ രണ്ടുപേരും പിണറായിനെയും BSനെയും ഒരേപോലെ PBയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതെ, തീർച്ചയായും. ഇന്ന് നടക്കുമോ? തിരിച്ച് പിണറായിയെ മാത്രം എടുത്തു. പിണറായിയെ മാത്രം എടുത്തു. അന്ന് VS ആണ് ഇവിടുത്തെ അവസാന വാക്ക്. ഏത് സ്വാധീനം കൊണ്ട് അദ്ദേഹത്തിനായിരുന്നു. അധികാരം മറ്റേ ആളിലായിരിക്കും, പക്ഷേ ആളുകളുടെ ഇടയിലുള്ള സ്വാധീനം വെച്ച് VS. എന്നിട്ട് ഇവർ രണ്ടുപേരും വെളിയിൽ കളഞ്ഞിട്ട് പിണറായിയെ മാത്രം എടുത്തു. സീറ്റ് കൊടുക്കാതിരുന്നിട്ടുണ്ട് 2 തവണ. തീർച്ചയായിട്ടും 2 തവണ. ഇന്നത് നടക്കില്ല. പക്ഷെ ഇപ്പോഴും ജനാധിപത്യ രീതിയിൽ കാര്യങ്ങൾ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം, വിമർശിക്കാനും പറ്റുന്നത് BJPയിലാണ്. അതിന്റെ ഭാഗമായിട്ട് ഇതുപോലുള്ള നേരത്തെ പറഞ്ഞ പോലെ ഇന്ദിരാജി എന്ന് പറഞ്ഞൊക്കെ ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തും. അതിനെ കാത്തിരിക്കുകയാണ് ദേശീയ മാധ്യമങ്ങൾ കാത്തിരിക്കുക. കാരണം ഇത് ചിരപരിചിതമല്ല. ഇപ്പോൾ CPMലുള്ള തമ്മിലടി, VS പിണറായി തമ്മിലടി, അതുപോലെ തന്നെ കോൺഗ്രസിനകത്ത് സുധാകരൻ VD സതീശൻ തെറി പറയുന്നു, VD സതീശൻ സുധാകരൻ തെറി പറയുന്നു. ഇതൊക്കെ ആളുകൾ കേട്ട് പരിചയമാണ്. ഇപ്പം ഒരിക്കലും RSSും BJPയും തമ്മിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം ചരിത്രത്തിൽ തന്നെ അതുപോലെ എന്തെങ്കിലും അതിന്റെ ധ്വനിയിലുള്ള എന്തെങ്കിലും ഒന്ന് കേട്ടാൽ അതിനെ ഊതിപ്പെരിപ്പിക്കുക എന്നുള്ളതായിരിക്കാം. അതെ. പിന്നെ നമ്മൾ കണ്ടിട്ടുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ RSS എന്ന് പറഞ്ഞാൽ മോഹൻ ഭാഗവത്, അവിടെ വേറൊരു പക്ഷമില്ല. അദ്ദേഹത്തിന്റെ കൂടെ പറയാനായിട്ട് വേറൊരു പേര് നമ്മൾ BJP എന്ന് പറയുമ്പോൾ നരേന്ദ്രമോദി ഇപ്പോഴും മറ്റൊരാളില്ല. അങ്ങനെയല്ലായിരുന്നു ഒരു കാലം വരെ CPM. ആദ്യം തുടക്കം തൊട്ടേ നമുക്ക് അറിയാം. P. കൃഷ്ണപിള്ള
അന്ന് EMS, AKG, അത് കഴിഞ്ഞപ്പോൾ EK നയനാർ, MV രാഘവൻ, സുശീല ഗോപാലൻ. അപ്പോൾ പല അധികാര കേന്ദ്രങ്ങളാണ്. പിന്നീടാണ് നമ്മുടെ ഏറ്റവും വിശ്വവിഖ്യാതമായിട്ടുള്ള പിണറായി PS പിണറായിയും BS കൂടെ വന്നിട്ടുള്ളത്. അപ്പം BSന് ഇപ്പം പ്രായമായി മാറി. ഇപ്പം ആ പാർട്ടി അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ്. അവർക്ക് മറ്റൊരാളില്ല. മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായിയുടെ നയങ്ങളോട് വിരോധം അല്ല ഒരു എതിർപ്പുള്ള ആൾക്ക് പോയി BSന് എടുക്കാൻ പോയി അവർ. അപ്പം പാർട്ടിക്ക് ആത്യന്തികമായ അത് ഗുണമാണ്. അവർ പാർട്ടി വിട്ട് പോണില്ലല്ലോ. ഇപ്പം ഇന്നിപ്പം പിണറായിയോട് എന്താ പറയുക, പിണറായിയോട് നയത്തിനോട് എതിർപ്പുണ്ട്, പാർട്ടി വിട്ടു പോകുക അല്ലാതെ മറ്റു മാർഗ്ഗമില്ല. അല്ലെങ്കിൽ ബാത്റൂമിൽ പൊട്ടിക്കറിയാം. മറ്റൊരങ്ങനല്ല. BSന്റെ നയം ശരിയല്ല, ഞാൻ പിണറായിയുടെ കൂടെ പോകുന്നു പറഞ്ഞിട്ട് അവന് ആ അരിവാളിന് തന്നെ വീണ്ടും വോട്ട് ചെയ്യുക. പിണറായിയെ ഇഷ്ടമല്ല, അവിടെ BSന്റെ കൂടെ പോകുന്നു പറഞ്ഞിട്ട് അങ്ങനെ തന്നെ. ഇന്ന് അതല്ല അവസ്ഥ. ഇന്ന് പിണറായിയോട് എതിർപ്പുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മറ്റേ അപ്പം ഗോവിന്ദൻ്റെ കൂടെ പോയി നിൽക്കാൻ പറയാം. എന്തായാലും നല്ല പിന്നെ അത് ചെയ്യുന്നതല്ലേ, അതാണ് സംഭവം. പക്ഷെ അവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല. അങ്ങനെയാണ് അതിൻ്റെ കെട്ടുറപ്പ്. ബാക്കി എനിക്ക് തോന്നുന്നില്ല അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന്. പക്ഷേ അപ്പോൾ അണികൾക്കിടയിൽ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടക്കാതിരിക്കും. എന്തായാലും ദേശീയ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം വലിയ പ്രാധാന്യം കൊടുത്ത് RSS BJP തമ്മിൽ വലിയ പ്രശ്നത്തിലാണ്, ചർച്ചയിലാണ്. RSSന്റെ മേളിൽ BJP നരേന്ദ്രമോദി വളർന്നു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിനെ കടിഞ്ഞാണിടാൻ വേണ്ടിയിട്ട് RSS നാഗ്പൂരിൽ നിന്ന് ശ്രമിക്കുന്നു. പിന്നെ വേറൊരു കഥകളുണ്ട്. ഗഡ്കരിയാണ് അവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി. ഗഡ്കരി പാവം അദ്ദേഹത്തിൻ്റെ വകുപ്പ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ രണ്ടാം മോദി സർക്കാരിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് ചെയ്തത് ഗഡ്കരിയാണ്. അമിത്ഷാ പോലും ഒരു 6ാമത് 7ാമത് ബർത്ത്. ഞാൻ ഒരു കാര്യം പറയാം, അമിത്ഷാ ഒന്നുകിൽ ആഭ്യന്തരം മാത്രം നോക്കുക അല്ലെങ്കിൽ പാർട്ടിയുടെ കാര്യം മാത്രം നോക്കുക. രണ്ടും കൂടെ ആയിക്കഴിഞ്ഞാൽ അമിത്ഷായ്ക്ക് വലിയ പാളിച്ച പറ്റിയിട്ടുണ്ട് രണ്ടാമത്തെ ഇതിൽ. പിന്നെ നമ്മൾ അതിനൊന്നും പറയുന്നില്ല, അത് പറഞ്ഞു കഴിഞ്ഞാൽ സംഘടന നമ്മളെ പൊക്കാലിടും തീർച്ചയായിട്ടും. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള പല വാർത്തകളും വരുന്നുണ്ട്. അതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്കൊക്കെ നമുക്ക് പരിശോധിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. എന്തായാലും മറ്റൊരു വിശേഷമായി വീണ്ടും കാണാം. നമസ്കാരം.